السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. وقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم، يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതറിയിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ ഏറ്റവും നിർണായകമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ കരുതലോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി, വളരെ ആവേശത്തോടുകൂടി പ്രവർത്തന രംഗത്ത് സജീവമാവണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചില ആളുകളെ പ്രത്യേകം പ്രശംസിച്ച് പറഞ്ഞത് കാണാം. അല്ലാഹു ഒരു വിഭാഗത്തെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിഭാഗം ഏറ്റവും മഹാന്മാരായിരിക്കും, ഏറ്റവും ഉന്നതന്മാരായിരിക്കും, ഏറ്റവും മഹത്വമുള്ള ആളുകളായിരിക്കും. ആ മഹത്വമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ തുടക്കം മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങി. അതിനുശേഷം അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്ത മകൻ യഹ്യ അലൈഹിസ്സലാം,
അദ്ദേഹത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. പിന്നെ മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചും അള്ളാഹു പ്രശംസിക്കുന്നു. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. പിന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് സത്യസന്ധനും ഉന്നതനുമായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചും പറഞ്ഞു. ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ മിൻ ദുർരിയ്യതി ആദമ വമിമ്മൻ ഹമൽനാ മഅ നൂഹ് വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രായീൽ വമിമ്മൻ ഹദൈനാ വജ്തബൈനാ إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. الله പറയുകയാണ്, ഉലൈക الذين أنعم الله عليهم, അല്ലാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള പ്രവാചകരത്രയവർ, അല്ലാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള പ്രവാചകന്മാരാണ് അവർ. മിൻ ദുർരിയ്യത്തി ആദം, ആദമിന്റെ സന്തതികളിൽപ്പെട്ടവർ. വമിമ്മൻ ഹമൽനാ മഅ നൂഹ്, നൂഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റി കൊണ്ടുപോയ ആളുകൾപ്പെട്ടവരും. വമിൻ ദുർരിയ്യത്തി ഇബ്രാഹീമ വഇസ്രായീൽ, ഇബ്രാഹിം നബിയുടെയും ഇസ്രായീലിന്റെയും സന്തതികൾ. വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, നാം നേർവഴിയിലാക്കുകയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽ പെട്ടവരും അത്രയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശദീകരിക്കുകയാണ്. മഹാന്മാരായ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ മക്കളും പ്രവാചകന്മാരുടെ പരമ്പരയും, അതിൽ അല്ലാഹു പ്രത്യേകം നേർവഴി കാണിക്കുകയും തെരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ, ആ അത്യുന്നതരായ ആളുകളുടെ പ്രത്യേകത ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ ഖറൂ സുജ്ജദൻ വബുകിയാ. റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ, ആ തെളിവുകൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന പക്ഷം ഖറൂ സുജ്ജദൻ വബുകിയാ, അവരതാ കരയുന്നവരായും കൊണ്ട് അല്ലാഹുവിന്റെ സുജൂദിൽ വീഴുന്നവരാണ്. അല്ലാഹുവിന്റെ ലക്ഷ്യങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ അടുത്തേക്ക് വന്നാൽ അതിന്റെ മുന്നിൽ സമ്പൂർണമായ പ്രണാമം നടത്തുന്നവരാണ്, പ്രണമിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ അവർ കരഞ്ഞുകൊണ്ട് താഴെ വീഴുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്ഹ് ചെയ്യുകയാണ്. ഈ അമ്പിയാക്കൾ, ഈ പുണ്യവാളന്മാരെല്ലാവരും ഈ സ്വഭാവത്തിന്റെ ആളുകളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അല്ലാഹു പറയുന്ന മറ്റൊരായത്ത് കാണാം. സൂറത്ത് ഇസ്രാഇന്റെ 107, 108, 109 വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽഅദ്ഖാനി സുജ്ജദാ ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا إن الذين أوتوا العلم من قبله, തീർച്ചയായും ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം നൽകപ്പെട്ടവർ, ഇദാ യുത്ലാ അലൈഹിം, അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ, അവരതാ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നവരായി തീരും, സുജൂദിലായി മുഖം കുത്തി വീഴുന്നവരായി തീരും. വയഖൂലൂന, അവർ പറയും, സുബ്ഹാന റബ്ബിനാ ഇന്ന വഅദ റബ്ബിനാ ലമഫ്ഊലാ, നിശ്ചയമായും റബ്ബേ, നിന്റെ വാഗ്ദത്തം സത്യസന്ധമായി നടപ്പിലാകുന്നത് തന്നെയാകുന്നു. ഞങ്ങളുടെ നാഥാ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ, അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുകയും അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ.
ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ ആയത്തുകളുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന ആളുകൾ, ആയത്തുകൾ കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴുന്ന ആളുകൾ, ആ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അമ്പിയാക്കളുടെ സ്വഭാവമാണത്, മുൻഗാമികളായ മഹാന്മാരായ ആളുകളുടെ സ്വഭാവമാണത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാനിലെ അവസാന നാളുകളിൽ ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് നമുക്കുള്ളത്. അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് കണ്ണുനീരോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണ് കിടക്കേണ്ടവരാണ് നമ്മൾ. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പ്രത്യേകത അതായിരുന്നു എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോഴേക്ക് കണ്ണെന്ന് കണ്ണുനീര് വന്നിരുന്നു. പരിശുദ്ധ ഖുർആൻ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, പരലോകത്ത് നടക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ കരഞ്ഞു പോകുന്ന ആളുകൾ, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളിൽപ്പെട്ട മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല ഖാരിആൻ, പരിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുന്ന നല്ലൊരു ഖാരിആൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ദുല്ലാ, എനിക്ക് നിങ്ങളൊന്ന് ഖുർആൻ ഓതിത്തരുക, നിങ്ങൾ എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരിക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരികയോ? അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുകയാണ്, അഖ്റഉ അലൈക്കൽ ഖുർആന വ അലൈക ഉൻസിൽ, നബിയെ, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരാൻ, നിങ്ങൾക്കല്ലേ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, എനിക്ക് മറ്റൊരാളിൽ നിന്ന് അത് ഓതി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടൊന്ന് ഓതി തരണം. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ പാരായണം ചെയ്യാൻ തുടങ്ങി. സൂറത്തുൻ നിസാ ഇങ്ങനെ പാരായണം ചെയ്ത് അവസാനം ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഉലാഇ ഷഹീദാ. ഈ ആയത്തിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാ, നിർത്തിക്കോ, അബ്ദുല്ലാ, മതി മതി മതി, നിർത്തൂ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിയുകയാണ്. റസൂലുള്ള കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ നബി തങ്ങൾ കരയാനുള്ള കാരണം? പരിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വിഷയമാണ്. അതേ ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ സമുദായവും സാക്ഷികളുമായി കൊണ്ടുവരപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും നബിയെ? വജിനാ ബിക അലാ ഉലാഇ ഷഹീദാ, അവർക്കൊക്കെ സാക്ഷിയായി നിന്നെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയുണ്ടാകും നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കേട്ടിട്ട് പ്രവാചകൻ പൊട്ടിക്കരഞ്ഞു എന്നാണ്. റസൂലുള്ളാഹിയുടെ കണ്ണെന്ന് കണ്ണുനീര് വന്നിട്ട് ആഗ്രഹത്തോടെ പറഞ്ഞ വിഷയത്തെ റസൂലുള്ള പറഞ്ഞു, മതി, നിർത്തൂ, നിർത്ത്, ഇനി എനിക്ക് കേൾക്കണ്ട, ഇനി എനിക്ക് ഓതണ്ട എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തിയെന്ന് ഹദീസുകളിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനുമായുള്ള ഒരു ബന്ധം, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ, അതിന്റെ ശക്തമായ നിർദ്ദേശങ്ങൾ, പരലോകത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ, പ്രവാചകന്മാരും അതുപോലെ സത്യവിശ്വാസികളുമെല്ലാം അല്ലാഹുവിന്റെ ആയത്തുകൾ മുന്നിൽ ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കരഞ്ഞുകൊണ്ട് നിലനിന്നവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ 7 വിഭാഗം ആളുകളിൽ ഒരാൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു, തനിച്ചിരുന്നു കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുക്കിയ ആളുകളാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തനിച്ചിരുന്ന റബ്ബിനെ കുറിച്ച് ചിന്തിച്ച ആളുകളാണെന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രമല്ല, അത് അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സ്വഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ മഹാനായ മുത്തരിഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ
ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഞാൻ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. ആ സമയത്ത് വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ, പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങൽ, ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അഥവാ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് അതിങ്ങനെ തിളപ്പിച്ചാൽ ആ തിളക്കുന്ന സമയത്തിൽ ഒരു ശീൽക്കാരമുണ്ടല്ലോ, അതേപോലെ ശബ്ദം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് പ്രവാചകൻ നിസ്കരിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ മഹാനുഗ്രഹമായി നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധ റമളാൻ, അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ആരോഗ്യം, നമുക്ക് നൽകിയ ഈ ബുദ്ധി, നമുക്ക് നൽകിയ വിവേചനം, നമുക്ക് നൽകിയ കണ്ണിന്റെ കാഴ്ച, നമ്മുടെ കാലിനുള്ള ആരോഗ്യം, അങ്ങനെ തുടങ്ങുന്ന മുഴുവനും അള്ളാഹു തന്ന് അനുഗ്രഹിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് കണ്ണുനീരോടെ നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ഇന്നലെ രാത്രി എന്നത് പറഞ്ഞ് ഇന്നലെ രാത്രി എത്രയോ ആളുകൾ സുഖസുഷുപ്തിയിൽ കിടന്നുറങ്ങിക്കളഞ്ഞല്ലേ. നോമ്പ് പിടിച്ച ക്ഷീണമാണല്ലോ, എല്ലാവരും കിടന്ന് ഭൂരിപക്ഷം ആളുകളും ഉറങ്ങി. പക്ഷേ അള്ളാഹുവിന്റെ അടുത്ത് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടുന്ന ഒന്നാമത്തെ രാത്രിയായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത്. ഉറങ്ങിയവർക്ക് നഷ്ടമായി. അത് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ, അത് ഇന്നലെ ലൈലത്തുൽ ഖദർ ആയിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയവർക്ക് മുഴുവനും നഷ്ടമായി. ഈ റമളാൻ ഗുണമില്ലാത്തതായി തീർന്നു. കാരണം മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആർക്കതിന്റെ ഖൈർ തടയപ്പെട്ടുവോ അയാൾക്ക് ഖൈർ മുഴുവനും തടയപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം ശ്രദ്ധ വെക്കുകയും ആ ഒറ്റയിട്ട രാവുകളിൽ അവിടുന്ന് ഉറക്കമിളച്ചുകൊണ്ട് കാത്തിരിക്കുകയും പള്ളികളിലോ വീടുകളിലോ എവിടെയാവട്ടെ ഇരുന്ന് ദിക്റുകളും തസ്ബീഹുകളും പരിശുദ്ധ ഖുർആനിന്റെ പാരായണമൊക്കെയായി കഴിഞ്ഞുകൂടേണ്ടതാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് സങ്കടം പറയേണ്ടുന്ന സന്ദർഭമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇനിയുമുണ്ട് 23, 25, 27, 29, ഇനിയും 4 രാവുകളുണ്ട്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകൾ എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ആ രാത്രികളിലാണ് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണ് കിടന്നുകൊണ്ട് കരയേണ്ടത്. അള്ളാഹുവിന്റെ മുന്നിൽ തന്നെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നാഥനെ കുറിച്ച് ചിന്തിച്ച് നാളെ പരലോകത്തവസ്ഥയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലനിൽക്കേണ്ടുന്ന സന്ദർഭങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരുന്നില്ല അവിടുന്ന് ദീന് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവിടുത്തെ അനുയായികളും അതേ രൂപത്തിലായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സംഭവത്തിൽ കാണാം. ആയിഷ ബീവി പറയാണ്, ഫബതന മസ്ജിദൻ ബിഫനാഇ ദാരിഹി ഫകാന യുസല്ലി ഫീഹി വയഖറഉൽ ഖുർആൻ ഫയഖിഫു അലൈഹി നിസാഉൽ മുശ്രികീന വഅബ്നാഉഹും യഅജബൂന മിൻഹു വയൻദുറൂന ഇലൈഹി. ആയിഷ ബീവി പറയാണ്, വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ പള്ളി പോലെ ഒന്ന് കെട്ടിയുണ്ടാക്കി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ ഉള്ളിൽ ഇരുന്ന് നിസ്കാരവും അതുപോലെ ഖുർആൻ പാരായണമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ഖുർആൻ പാരായണം കേട്ടിട്ട് ചുറ്റുഭാഗത്തുള്ള മുശ്രിക്കുകളുടെ സ്ത്രീകളും കുട്ടികളുമെല്ലാം അത് കേൾക്കാൻ വേണ്ടി കടന്നുകൂടി. ആ ഓത്തിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മാധുര്യവും അതിന്റെ പ്രത്യേകതയും കാരണം ആളുകൾ കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടി. മാത്രമല്ല ആയിഷ ബീവി പറയാണ്, വകാന അബൂബക്കർ റളിയല്ലാഹു അൻഹു റജുലൻ ബക്കാഅൻ, അദ്ദേഹം അങ്ങേയറ്റം കരയുന്ന ആളായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഓതിയാൽ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തടഞ്ഞു വെക്കാൻ കഴിയില്ല, അതിങ്ങനെ നിറഞ്ഞു കവിയുമായിരുന്നു. ഇങ്ങനെ വിനയാന്വിതനായി വികാരാധീനനായി ഖുർആൻ പാരായണം
ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖിനെ ഖുറൈശി നേതാക്കന്മാർക്ക് പേടിയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്രയും നാൾ ഖുർആൻ ഓതിയിട്ട് എപ്പോഴെങ്കിലും കണ്ണ് നിറഞ്ഞ് കവിയണ്ട, കണ്ണ് വല്ലാതെ കരയണ്ട, ഒരിറ്റ് കണ്ണുനീര് ഇന്ന് വരെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് ഒരു തുള്ളി കണ്ണുനീർ, ആ കണ്ണുനീരിന്റെ വില എന്താണെന്ന് ഈ ഉമ്മത്തിന് അറിയാതെ പോയിട്ടുണ്ട്. ആ കണ്ണുനീരിന്റെ വില എന്താണെന്ന് ഈ സമുദായത്തിന് മറന്നുപോയിട്ടുണ്ട്. വലിയ പ്രയാസങ്ങൾ പറയുന്നല്ലോ നമ്മൾ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കും കേരളത്തിലുമൊക്കെ വലിയ പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ കണ്ടുവരുന്നു. അത് കൂടിക്കൊണ്ടിരിക്കുന്നു, ബേജാറ് കൂടുകയാണ് എന്ന്. ഇതിങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കിട്ടുന്നിടത്തൊക്കെ എഴുതിയും പറഞ്ഞുമൊക്കെ നമ്മൾ നമ്മുടെ പ്രയാസം തീർക്കുന്നതല്ലാതെ നാഥന്റെ മുന്നിലേക്ക് സുജൂദിൽ വീണിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥ ഞങ്ങൾക്ക് നിന്ന് ഈ പ്രയാസം എടുത്തു കളയണേ അല്ലാ, നാഥ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ റബ്ബേ എന്നിങ്ങനെ സങ്കടത്തോടെ കണ്ണുനീരോടെ പൊട്ടിക്കരയാൻ ഈ ഉമ്മത്തിലെ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് പരിശോധിക്കേണ്ടതല്ലേ? ഈ റമദാൻ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ നാളുകൂടിയല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ മുട്ടുകുത്തി നിന്ന് ഖിബലക്ക് നേരെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹുവേ ഈ എന്നോട് ചെയ്ത വാഗ്ദത്തം നീ സത്യസന്ധമായി പുലർത്തണേ അല്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പ്രവാചകന്റെ കണ്ണുനീരിന് വിലയുണ്ടായി. വഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും എന്ന ആയത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൽ ഇല്ലേ? ഉത്തരം കിട്ടിയില്ലേ? കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് അല്ലാഹുവിന്റെ മറുപടി കിട്ടിയില്ലേ? പക്ഷേ പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ട്? പരിശുദ്ധ റമദാൻ തുടങ്ങി ഏകദേശം അതിന്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ഇന്ന് വരെ ഒരിറ്റ് കണ്ണുനീർ എന്റെ നാഥന്റെ മുന്നിൽ എനിക്കൊഴിക്കാൻ, നാഥന് വേണ്ടി നാഥനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്നത് കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖിനെ പോലെ തന്നെയാണ് കരഞ്ഞു പോകുന്ന ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ വിശദീകരണം പറയുന്നു പരിശുദ്ധ ഖുർആൻ. അതെ, 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് അതിന്റെ 86-ാമത്തെ വചനം. ഇത് അനുഭവ സാക്ഷി കുറിപ്പാണ്. കേട്ടയാൾ അഥവാ പള്ളിയിൽ നിസ്കരിക്കാൻ പങ്കെടുത്തയാൾ പറയുകയാണ്, ഈ ആയത്തിലേക്ക് എത്തിയപ്പോൾ, ഏതായത്ത്? മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സങ്കടങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു വാചകമുണ്ട്, ഇന്നമാ അശ്കൂ ബത്ഥി വഹുസ്നി ഇലല്ലാഹ്. തന്റെ രണ്ട് മക്കളും നഷ്ടപ്പെട്ടതിന്റെ ദുഃഖവും സങ്കടവും പ്രയാസവുമെല്ലാം നാഥന്റെ മുന്നിലേക്ക് ഇറക്കി വെക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ വചനത്തിലേക്ക് എത്തിയതോടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിയന്ത്രണം വിട്ടുപോയി. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ അദ്ദേഹം പറയുകയാണ്, വ ഇന്നി ലഫി ആഖിരിസ് സുഫൂഫ്, ഞാൻ അവസാനത്തെ സഫിലായിരുന്നു, അവസാനത്തെ സഫുകളിൽ ഒന്നിലാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ ഞങ്ങൾക്ക് അവിടെ കേൾക്കാമായിരുന്നു എന്ന് ഈ വിഷയം വിശദീകരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് പരലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി രേഖപ്പെടുത്തിയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിറ്റ് കണ്ണുനീര് റബ്ബിന്റെ മുന്നിൽ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-ലേക്ക് എത്തിയില്ലേ? ഒരിക്കൽ പോലും നോമ്പ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നോമ്പ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയാസം? ഇല്ല. നോമ്പ് തുറക്കാൻ വിഭവം ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ധാരാളം ഉണ്ടായിരുന്നു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയിരുന്നോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയിരുന്നോ? ഇതൊന്നുമില്ലാതെ നൂറുകണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഭക്ഷണമില്ലാതെ നോമ്പെടുത്തുകൊണ്ട് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങളെ മുന്നിൽ വെച്ച്, അല്ലാഹുവേ നീ എനിക്ക് എത്ര അനുഗ്രഹമാണ് റബ്ബേ നൽകിയത്, എന്നിട്ടും ഞാൻ നിന്നോട് നന്ദികേടാണല്ലോ അല്ലാഹ് കാണിക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് സങ്കടപ്പെടാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു നിമിഷം നമുക്കുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ കരയാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതൻ മാ സമഅതു മിത്ലഹാ ഖത്തു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഖുത്ബ നടത്തി, ഞാൻ അതുപോലത്തെ ഒരു ഖുത്ബ കേട്ടിട്ടേ ഇല്ല. ആ ഖുത്ബയിൽ റസൂലുള്ളാഹി പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം لو تعلمون ما أعلم لضحكتم قليلا ولبكيتم كثيرا.
ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. ധാരാളം സമയം, അധിക സമയവും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ സഹാബികൾ മുഴുവനും അവരുടെ മുഖം അടക്കി പിടിച്ചിട്ട് കുരിഞ്ഞ് മുഖമിങ്ങനെ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സദസ്സ് മുഴുവനും മഹാനായ തേങ്ങിക്കരഞ്ഞുകൊണ്ട് മുഖം പൊത്തിക്കരയുകയായിരുന്നു സ്വഹാബികൾ മുഴുവനുമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പറഞ്ഞതെല്ലാം മഹാന്മാരായ ആളുകളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. ആ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. നമുക്കറിയുമല്ലോ, ഇത് ഈ രൂപത്തിൽ എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ പലതിന്റെ പേരിലും കരഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ, പലത് നഷ്ടപ്പെട്ടതിന്റെ പേരിലും കരഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ. ഈ വിഷയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അങ്ങനെ കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയും, ومتى أقحت العين من البكاء من خشية الله تعالى فاعلم أن قحطها إنما هو من قسوة القلب. പലർക്കും ഉണ്ടാകുന്ന സംശയത്തിനൊരു മറുപടി പറയാം. എനിക്ക് കരയാൻ പറ്റണില്ലല്ലോ, എനിക്ക് കണ്ണുനീര് വരുന്നില്ലല്ലോ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയാം, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരയാൻ പറ്റാത്തതിന്റെ കാരണം അന്ന ഖഹ്തഹാ ഇന്നമാ ഹുവ മിൻ ഖസ്വത്തിൽ ഖൽബ്, ഹൃദയം കടുത്തുപോയി എന്നതിന്റെ തെളിവാണത് എന്ന്. ഹൃദയം കടുത്തുപോയത് കൊണ്ടാണ് കണ്ണുനീര് വരാത്തത്. അള്ളാഹുവിന്റെ അടുത്ത് വിദൂരമായവനാണ് ഉറച്ച ഹൃദയത്തിന്റെ ആള്, കടുത്തുപോയ ഹൃദയത്തിന്റെ ആളുകൾ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം എന്താ അറിയോ? ലഅൻ അദ്മഅ ദംഅതൻ മിൻ ഖശിയത്തില്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ അൻ അതസദ്ദഖ ബിഅൽഫി ദീനാർ. 1000 ദീനാർ ചെലവഴിക്കുന്നതിനേക്കാൾ, സ്വതക്ക നൽകുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തുള്ളി കണ്ണുനീർ റബ്ബിനെ പേടിച്ചുകൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ഇറ്റുവീഴലാണ് എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. 1000 ദീനാർ ഞാൻ സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. കാരണം അതിന്റെ പ്രതിഫലം, അതിന്റെ മഹത്വം, അല്ലാഹുവിന്റെ അടുത്ത് അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം അത്ര വലുതായത് കൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തൊരാൾ വന്നിട്ട് പറഞ്ഞു: യാ അബാ സഈദ്, അഷ്കു ഇലൈക ഖസ്വത ഖൽബി. അല്ലയോ അബാ സഈദ്, എന്റെ ഹൃദയം കടുത്തതാണ്. എങ്ങനെ നോക്കിട്ടും എന്ത് കേട്ടാലും എനിക്ക് കരച്ചിൽ വരൂല. അള്ളാനെ പേടിച്ചുകൊണ്ടുള്ളൊരു കരച്ചിലുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഉണ്ടാവണില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? അതേ മറുപടി കൊടുത്തു: അദിബ്ഹു ബിദ്ദിക്ർ. ആ കടുത്ത ഹൃദയത്തെ ദിക്ർ കൊണ്ട് നീ ലോലമാക്കണം, അതിനെ മയപ്പെടുത്തുക. അള്ളാഹുവിന്റെ ദിക്ർ എന്നത് പരിശുദ്ധ ഖുർആനും അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണകളുമാണ്. അത് നിരന്തരമായി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിന്റെ ഹൃദയത്തിന് അലിവുണ്ടാകും, നിന്റെ ഹൃദയത്തിന് മയമുണ്ടാകും. അങ്ങനെ മയമുണ്ടായാൽ നിന്റെ കണ്ണുനീര് വരും. അല്ലാത്ത കാലത്തോളം പടച്ചോനോട് പേടിക്കേണ്ട ഒരു സംഗതിയാണ്. കരയാൻ പറ്റാത്ത കണ്ണ്, പേടിയില്ലാത്തൊരു ഹൃദയം വരുന്നത് പേടിക്കേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആരക്കുമായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ. അല്ലാഹുവേ, ഭയമില്ലാത്ത ഹൃദയത്തെ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്.
വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്ര കിട്ടിയാലും മതിയാകാത്ത നഫ്സിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. വമിൻ ദഅബത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയെക്കുറിച്ചും ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് കാവൽ തേടിയ ഒരു കാര്യമാണ് അല്ലാഹനെ പേടിയില്ലാത്തൊരു ഹൃദയം. അല്ലാഹനെ പേടിക്കുന്ന ഹൃദയമാണോ അയാളുടെ കണ്ണിന്ന് കണ്ണുനീര് വരും. അയാളുടെ കണ്ണിന്ന് കണ്ണുനീര് വരും. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഹൃദയത്തിൽ നിന്ന് ആ ഹൃദയത്തിന്റെ പ്രത്യേകതയാണ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക എന്നത്. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാഹ് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയ, തനിച്ചിരുന്ന് ഒറ്റക്കിരുന്ന് ആരോരുമില്ലാത്ത സന്ദർഭത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് കരയുന്ന കണ്ണ്, കരയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അയാൾക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം തുർമുദി, ഇമാം അഹ്മദ്, ഇമാം നസായി ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ കാണാം, ലാ യലിജിൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ കുറിച്ച് പേടിച്ച് കരഞ്ഞ മനുഷ്യൻ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഏതുവരെ? ഹത്താ യഊദൽ ലബനു ഫിൽ ലറഅ, കറന്നെടുത്ത പാല് അകടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. സുബ്ഹാനല്ലാഹ്, കറന്നെടുത്ത പാല് അകടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ അയാൾ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. ലാ യലിജിൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പേടിച്ച് കരഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഈ റമളാനിന്റെ അവസാനത്തെ 10 പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോഴും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ പള്ളികളിൽ അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോഴെല്ലാം ഈ ഒരു ചിന്ത നമുക്കുണ്ടാവണം. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇനി പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത ആളുകളാണോ എങ്കിൽ അവരുടെ വീടുകളിൽ ഇരുന്ന് രാത്രികൾ സജീവമാക്കണം. അങ്ങനെ വീട്ടിലിരുന്നിട്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലും ഒക്കെയായി അല്ലാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ കടുത്ത ഹൃദയത്തിന്റെ ആളുകളായി തീർന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹു കുറിച്ച് ഓർത്തിട്ട് കരയുന്ന ആളുകളാക്കി മഹാന്മാരുടെ കൂടെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചങ്കുവട്ടിയിലുള്ള നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സദഖയാണ്. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയുള്ള സദഖയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതല്ലോ. ധാരാളം ആളുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, ധാരാളം ആളുകൾക്ക് സൗകര്യമൊരുക്കുന്ന ഒരു സ്ഥലമാണ് ചങ്കുവട്ടി പള്ളി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിന്റെ പ്രവർത്തനങ്ങൾക്കും അതിന്റെ മറ്റ് കാര്യങ്ങൾക്കുമൊക്കെയായി ധാരാളം സാമ്പത്തിക ചെലവുണ്ട്. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് നല്ല രൂപത്തിൽ സദഖ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കാരണം, പ്രയാസകരമായ രോഗം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കപ്പെട്ട ധാരാളം രോഗികളുണ്ട്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും അവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅ الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.